ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളിൽ ഏറ്റവും ദയനീയമായി തോന്നുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്, നമുക്കെല്ലാം ഉണ്ടായിരിക്കുകയും ഭക്ഷണം, വീട്, നമുക്ക് നോക്കാനായിട്ട്, സ്നേഹിക്കാനായിട്ട് ചുറ്റും മനുഷ്യർ, നല്ല സാമ്പത്തികാവസ്ഥ, ഇതെല്ലാം ഉണ്ടായിട്ടും ജീവിതത്തെ ആസ്വദിക്കാനോ സന്തോഷകരമായിരിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ തെറപ്പി റൂമിലേക്ക് വന്ന 60 വയസ്സായ ഒരമ്മ വന്ന് ഇരുന്ന ഉടനെ പറഞ്ഞ ഒരു വാചകം ഇതാണ്: എനിക്ക് ജീവിതം മടുത്തു, പെട്ടെന്ന് മരിക്കാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരാമോ? വർത്തമാനം തുടങ്ങിയപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹാവസ്ഥകളും അവർക്കുണ്ട്. വളരെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഒരു ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട്, യാതൊരുവിധ സാമ്പത്തിക പ്രശ്നങ്ങളില്ല, ഫാമിലിയിൽ തമ്മിൽ വഴക്കുകളില്ല. പക്ഷെ ആ അമ്മ വിഷാദത്തിൻ്റെ ഏറ്റവും കഠിനമായ ഒരവസ്ഥയിലാണുള്ളത്. ഒന്നിനോടും താല്പര്യമില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിതം വിട്ടോടിപ്പോവുക എന്ന വിഷാദത്തിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ളൊരവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും. ഒന്നും അവരെ സന്തോഷിപ്പിക്കില്ല, ഒരു സ്നേഹവും അവരെ ഇവിടെ പിടിച്ചു നിർത്തില്ല. ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷയോടെ അത്തരം മനുഷ്യരോട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഓരോ സൂര്യോദയത്തിൻ്റെയും ചുറ്റും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ സന്തോഷത്തോടെ ശ്രദ്ധിച്ചുകൊണ്ട് അവനവന് വേണ്ടിയിട്ടും അവരെ താങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ പ്രധാനമായിരിക്കുന്ന ഒരു സിസ്റ്റത്തിന് അവരുടെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് ശരിയായ രീതിയിൽ തിരിച്ചു വരേണ്ടതുണ്ട്. ജീവിതം ഒരു വിരക്തിയോടെ സ്വീകരിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ടാവും അതിന്. അതിൽ സാമ്പത്തിക കാര്യങ്ങളോ കൂടെയുള്ളവരുടെ പ്രശ്നങ്ങളോ ഒന്നും അല്ലാതെ അവർക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, കുട്ടിക്കാലങ്ങളിലുണ്ടായ എന്തെങ്കിലും വളരെ ഡീപ്പായിട്ട് അവരെ ബുദ്ധിമുട്ടിച്ച എന്തെങ്കിലും അനുഭവം, ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ കിടന്ന് അടിഞ്ഞുകൂടി അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക്, വേറെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥകളിലും മനുഷ്യർ വളരെ വൈകാരികമായി വളരെ ദുർബലരായി പെരുമാറാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ മനസ്സിന് ഒരു ഹീലിംഗ് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് പ്രധാനം. ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടാവും, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ, എന്ത് കുറവാണുള്ളതെന്നൊക്കെ. പക്ഷേ മനസ്സിൻ്റെ സഞ്ചാരപഥങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ശരീരത്തിനൊരു അസുഖം വരുന്ന പോലെ തന്നെ മനസ്സിൻ്റെ താളം തെറ്റി തുടങ്ങുമ്പോൾ സാധാരണഗതിയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ആൾക്കാർ പെരുമാറാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നാം അതിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അവരുടെ മനസ്സിന് ഒരു രോഗാവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കി ഒട്ടും വൈകാതെ വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികൾ അവർക്ക് ലഭ്യമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.